നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ HM ആയിരുന്ന അപ്പൻ്റെ അടുത്ത് എങ്ങനെ അവതരിപ്പിച്ചു? സ്റ്റോറിലൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഫസ്റ്റ് ആ ഇൻഫ്ലുവൻസിന് കൊടുത്ത റീല് ചെയ്ത് 1 മില്യൺ കിട്ടിയപ്പോഴായിരുന്നു നമുക്കൊരു ഒത്തിരി ഓർഡേഴ്സ് വന്നത്. ലാംഗ്വേജ് വലിയ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഹിന്ദിയൊക്കെ വെച്ചിട്ട് നമ്മൾ എൻ്റെ ഹിന്ദി ടീച്ചർ കേൾക്കണ്ട, കാരണം എനിക്കിപ്പോഴും ഹിന്ദി അറിയത്തില്ല. കെട്ടിച്ചു വിട്ട 2 പെൺപിള്ളേർ തിരിച്ചു വരികയാണ്, 2 പേരും ജോലിയൊക്കെ വിട്ടിട്ടാണ് വരുന്നത്. കല്യാണം ജസ്റ്റ് ഫിക്സ് ചെയ്ത ആ ടൈമിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, നീ ധൈര്യമായിട്ട് റിസൈൻ ചെയ്തോ, എന്താ നീ നിന്റെ ഡ്രീംസ് ഫോളോ ചെയ്തോ, അതിൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. കാശ് തീർന്നു. പിന്നെ ചോദിക്കാനും പറ്റില്ല. പിന്നെ എന്നാ ചെയ്തു? സ്വർണ്ണം പണയം വെച്ചോ? നമ്മളെപ്പോലെ തന്നെ വേറൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്തിരുന്നവരാവാം, അവർ വഴി മാറി ചിന്തിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ പഠിച്ചത് ഒന്നും നഷ്ടപ്പെടുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ പുതിയ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. വേറൊന്നുമല്ല, ഞങ്ങൾ 3 പെൺപിള്ളേരിരുന്നാണ് കഥ പറയാൻ പോകുന്നത്. ഇന്ന് എൻ്റെ ഓപ്പോസിറ്റ് കിട്ടിയിരിക്കുന്ന 2 സിസ്റ്റേഴ്സിനെയാണ്. ഒരാൾ നേഴ്സായിരുന്നു, ഒരാൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുമായിരുന്നു. 2 പേരും ആ പ്രൊഫഷൻ വിട്ടിട്ട് തൻ്റെ പാഷനെ സംരംഭമാക്കിയ ഒരു വലിയ ജേണിയാണ് നമുക്കിന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലൂടെ അവർ പറയുന്നത്. ഈ കഥ അവരുടെ മാത്രം സ്റ്റോറിയല്ല. ഒരുപാട് പേര്, ഒരുപാട് സിസ്റ്റേഴ്സ്, ഒരുപാട് പെൺകുട്ടികൾ അവർ വർക്ക് ചെയ്തുകൊണ്ട് പ്രൊഫഷനെ വിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഒരു പ്രചോദനമാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഇന്നത്തെ അതിഥികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബിച്ചു മാത്യു, ബിജി മാത്യു, സ്വാഗതം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേജിലൂടെ നിങ്ങളുടെ ഫേസും നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്നോ, നിങ്ങൾ ആരായിരുന്നുവെന്നോ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെയൊരു ഫീൽഡിലേക്ക് എത്തിയെന്നോ ചിലപ്പോൾ ആർക്കും അറിയണ്ടാവില്ല. ആദ്യമേ തന്നെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി പറയുന്നു, ഫാഷൻ ഡിസൈനിങ് പഠിക്കാതെ നിങ്ങളുടെ ആ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും ഇത്രയും നല്ല കോസ്റ്റ്യൂംസ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. കാരണം ഞാനും നിങ്ങളുടെ ഒരു ഉപഭോക്താവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. എവിടെയാണ് നിങ്ങളുടെ സ്വദേശം? ഞങ്ങളുടെ സ്വദേശം ആലപ്പുഴയാണ്. ആലപ്പുഴയിലാണ് ജനിച്ചത്, വളർന്നൊക്കെ അവിടെ തന്നെ? നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളോ അതോ? ഞങ്ങൾ 3 പേരാണ്. ചേച്ചിയുടെ ഉണ്ട്? ഒരു ചേച്ചി. ഓക്കെ, ചേച്ചിയാണ് ഇനി ഉള്ളത്. ഓക്കെ, പാപ്പയും മമ്മിയൊക്കെ എന്നാ ചെയ്യുന്നു? പപ്പ ഞങ്ങൾ അച്ഛന്ന് വിളിക്കും, ഗവൺമെന്റ് സ്കൂൾ HM ആണ്. അമ്മ ഹൗസ് വൈഫ്. അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും വീട്ടില്. തീർച്ചയായും. പപ്പായ്ക്ക് നിങ്ങളെ നന്നായി പഠിപ്പിക്കുക, നല്ല ജോലി മേടിക്കുക, നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുക, അതായിരിക്കും ലക്ഷ്യം. ഓക്കെ, അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, എന്തായിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരാൾ നേഴ്സായിരുന്നു, ഒരാൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഈ പ്രൊഫഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ ചൂസ് ചെയ്തതാണോ? അതെ, നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻജിനീയറിങ് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതാണ്. പക്ഷേ വൺസ് ആ പ്രൊഫഷനിലേക്ക് കയറി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എനിക്കിത് സെറ്റ് ആവില്ല, ഒരു 9 to 5 ജോബ് അതെനിക്ക് പറ്റില്ല, എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നൊരു ആശയം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോഴേ ഉണ്ടായിരുന്നു. നമ്മൾ ടീ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ എപ്പോഴും ബ്രേക്കിൻ്റെ ടൈമത്തെ ഹോട്ട് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അതായിരുന്നു. തട്ടുകട മുതൽ ഇന്റർനാഷണൽ കഫേ വരെ ഉണ്ടായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഉള്ളില് നമുക്ക് ആ ഒരു ഫാഷനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ കുഞ്ഞിലേ തന്നെ നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമായിരുന്നു. അതിനോട് എനിക്കും അത് എൻ്റെ സിസ്റ്ററിനും അതെ, നമ്മൾ 2 പേരും ഡിസ്കസ് ചെയ്യുമായിരുന്നു, നമുക്ക് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താലോ. അപ്പം നമുക്ക് കിട്ടാവുന്ന റിസോഴ്സൊക്കെ വെച്ചിട്ട് നമ്മുടെ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളത് പുറത്ത് നമ്മൾ ചർച്ചിൽ അല്ല നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ വെയർ ചെയ്യുമ്പം അവരുടെ ഭാഗത്തുനിന്ന് അപ്പോഴേ കുഞ്ഞിലേ നമുക്ക് അപ്രിസിയേഷൻസ് കിട്ടും. അപ്പം അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു എനർജി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്നാണ് നിങ്ങൾ എന്നിട്ട് ഈ ഒരു പാഷനെ ബിസിനസ് ആക്കണം, അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ വിടാം? ചെറിയ കാര്യമല്ല ഇത്രയും നല്ല ജോലി. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് നേഴ്സ് വിട്ട് ഇതിനകത്തേക്ക് വന്നപ്പോൾ വിജയായിരിക്കും. UK പോയ ലക്ഷങ്ങൾ സാലറി മേടിക്കാം, അപ്പോഴാണ് ഇവിടെ വന്ന് തുണിക്കടയൊക്കെ തുടങ്ങിയെന്നായിരിക്കും ഏറ്റവും ആദ്യം കേട്ടിട്ടുണ്ടാവുക. ഈ ഒരു പ്രൊഫഷനെ നമുക്ക് വിടാം എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ? അതായത് ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അല്ല ഞാൻ ഈ പ്രൊഫഷൻ വിട്ടത്. എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ പുറത്തായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു, പിന്നെ മോനുണ്ടായി. മോനൊരു 3 years ഒക്കെ ആയപ്പം എന്തെങ്കിലും ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റില്ലല്ലോ, എന്തെങ്കിലും എനിക്കൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ വരണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിച്ചു പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 2 പേർക്കും കുഞ്ഞിലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നതിലും പിന്നെ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതിനൊക്കെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ
ഞങ്ങൾ രണ്ടും കൂടെ ഡിസ്കസ് ചെയ്തു, നമുക്കൊരു കോമൺ പ്ലേസിൽ ഒരു ബൊട്ടീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ 2022 ലേറ്റ് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരാൾ ഓൾറെഡി നഴ്സിംഗ് പ്രൊഫഷൻ വിട്ടിട്ടിരിക്കുകയാണ്, അതെ, ഒരാള് ഇൻഫോസിസിൽ ജോലിയും കളഞ്ഞിട്ട് വന്നു. അതെ. എന്നിട്ട് എവിടെയായിരുന്നു ഈ സംഗമന സ്ഥലം? നമ്മുടെ സ്വന്തം സ്ഥലമായ ആലപ്പുഴ വീട്ടിൽ തന്നെയാണ്. അതായത് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു കോമൺ മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പിയല്ലേ ഉള്ളൂ, നമ്മുടെ സ്വന്തം സ്ഥലം. സപ്പോർട്ടിനെ കുറിച്ച് നേരത്തെ ചോദിച്ചല്ലോ. നമുക്ക് ഞാൻ ഇൻഫോസിസിൽ ജോലി റിസൈൻ ചെയ്യുന്നത് എൻ്റെ കല്യാണം ജസ്റ്റ് ഫിക്സ് ചെയ്ത ആ ടൈമിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ധൈര്യമായിട്ട് റിസൈൻ ചെയ്തോ, എന്താ നീ നിന്റെ ഡ്രീംസ് ഫോളോ ചെയ്തോ, അതിൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ള പുള്ളിയുടെ സപ്പോർട്ടായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. അപ്പൊ അച്ഛയോട് ധൈര്യമായിട്ട് പറയല്ലോ, എന്റെ കെട്ടിയോ നിന്നോട് ജോലി വിട്ടോളാൻ പറഞ്ഞു. അപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടില്ല. അച്ഛനോടൊക്കെ പിന്നെയാ നമ്മൾ ഫാദറിനോട് കുറെയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ തുടങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞത്. കല്യാണത്തിന് തൊട്ട് മുന്നേ ഞാൻ റിസൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഖത്തറിലായിരുന്നു. ഞാൻ ഖത്തറിൽ പോയി. പക്ഷെ നമ്മുടെ ഉള്ളില് ഈ ഫയർ ഉണ്ടല്ലോ. അപ്പം ഇതിൽ എന്ത് ചെയ്യണം എന്നുള്ളപ്പോ എനിക്ക് അത്ര നമുക്ക് 2 പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നില്ല. നമ്മളൊരു ക്ലോത്തിങ് ഇൻഡസ്ട്രി തന്നെ ചൂസ് ചെയ്താൽ മതി. എനിക്കൊരു ഡൗട്ടും ഇല്ലായിരുന്നു അതില്. പക്ഷെ ഇത് എങ്ങനെ ഇത് വീട്ടിൽ അവതരിപ്പിക്കും, ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെ കൊണ്ടുവരും എന്നൊരു ഡൗട്ടായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, യു ഗോ ആൻഡ് ഫോളോ യുവർ ഡ്രീംസ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി. അപ്പം എനിക്കത് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ സിസ്റ്ററും ആ ടൈമിൽ സിസ്റ്ററിന്റെ മോനായി. അപ്പം നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നിൽ നിൽക്കുമായിരുന്നു. അപ്പം സിസ്റ്ററും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് അന്നേ ആലപ്പി തന്നെ നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി സപ്പോർട്ടീവ് ആയിരുന്നു, പുള്ളിക്കാരി എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്, നമുക്ക് രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഈ HM ആയിരുന്ന അപ്പൻ്റെ അടുത്ത് എങ്ങനെ അവതരിപ്പിച്ചു? അത് പുള്ളിക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാം. പുള്ളി ഞങ്ങൾ ഏതെങ്കിലും പഠിച്ചു അക്കാഡമിക് ലെവലിൽ ഉയർന്നു വരണമെന്നൊരു ആഗ്രഹമായിരിക്കുമല്ലോ, ഏതൊരു പേരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ആദ്യം ഒട്ടുമേ അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ചില ഗ്രോത്ത് കാണാൻ തുടങ്ങി. അപ്പം ഇപ്പോഴും ഫുള്ളി അക്സെപ്റ്റഡ് ഒന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ. അപ്പൊ ഈ ഡിസിഷൻ എടുത്ത് നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 2 കുട്ടികൾ, ഓരോരുത്തർക്ക് ഓരോ മക്കള്, കെട്ടിച്ചു വിട്ട 2 പെൺപിള്ളേർ തിരിച്ചു വരികയാണ്. 2 പേരും ജോലിയൊക്കെ വിട്ടിട്ടാണ് വരുന്നത്. നാട്ടുകാർ പറഞ്ഞതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും? കാരണം ഞാനൊക്കെ കുറേ കേട്ടിട്ടുണ്ട്, ലൈക്ക് ഇങ്ങനെ കാള കളിച്ച് നടക്കുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളെ കുറിച്ച് അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് നമ്മൾ നാട്ടുകാരിൽ വീട്ടുകാരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തുടങ്ങുവാണെങ്കിൽ ഞങ്ങളുടെ ഫാദർ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചുകൂടെ അക്കാഡമിക്സിൽ നിങ്ങൾ എക്സൽ ചെയ്യണം, ആ ഫീൽഡിൽ തന്നെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു പുള്ളിക്ക്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ രണ്ടുപേരും ഞാനും ഹസ്ബൻഡും ഡിസൈഡ് ചെയ്ത് തീരുമാനത്തെ പുള്ളി ക്വസ്റ്റ്യൻ ഒന്നും ചെയ്തില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കെട്ടിച്ചു വിട്ടില്ല, ഇനിയിപ്പൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷെ ട്വിസ്റ്റ് അവിടെയല്ല. നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമുക്ക് അവരുടെ കമൻസ് ഒക്കെയാണ് നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചത്. നമ്മൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ എല്ലാവരും ഇവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, അപ്പം പാരൻസ് അവരെ രണ്ടുപേരും കല്യാണം കഴിച്ച് വിട്ടതേ വീണ്ടും അവർ തിരിച്ചു വന്നു, നമ്മൾ അവർക്കൊരു ബേർഡനായ പോലെ, അങ്ങനത്തെ ഒക്കെ ഒത്തിരി കമൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ അവിടെ തന്നെ വിട്ടിട്ട് അതൊന്നും കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്തു? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വേണം, കുറേ കാര്യങ്ങൾ, തുണി എടുക്കണം, തയ്ക്കാൻ ആള് വേണം, മെഷീൻ വേണം, കട വേണം, ഇങ്ങനെ കുറേ ടാസ്ക് കിടക്കുകയാണ്. ഇതിന് ഫസ്റ്റ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ആണ്. എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യിൽ? ശരിക്കും ഫിനാൻസ് തന്നെയാണ് ഇതിന്റെ മെയിൻ ഫാക്ടർ. അപ്പം ആദ്യം ഞങ്ങൾ തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 lakhs ആയിരുന്നു. ഞാൻ 7.5, പിച്ച് 7.5 അങ്ങനെ. ഓക്കെ, ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു സ്റ്റോറായിട്ട് ഉയർന്നു വരാനാണല്ലോ പാട്. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഒരു ജേർണി നമ്മൾ പറയുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്, 2 പേര് പോയാണ് നമ്മൾ ഒരു സ്റ്റോർ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. A to Z നമ്മൾ തന്നെയാണ് ചെയ്തത്. അതായത് പല സ്ഥലത്തും നടന്ന് പലരോടും ചോദിക്കും. ഇപ്പം നമ്മൾ ചെന്നൊരു സ്റ്റോർ ഇവിടെ നമുക്ക് കിട്ടുമോ അങ്ങനെ ചോദിച്ചാൽ പോലും ആരും അതിനൊരു വാല്യൂ കൊടുക്കില്ല. ഈ 2 പിള്ളേർ വന്ന് ചോദിച്ചാൽ ഇവരെങ്ങനെ ഇത് എടുക്കുവോ, അല്ലെങ്കിൽ അവർക്കും ഒരു വിശ്വാസമില്ല. പക്ഷെ നമ്മൾ ഇവരെന്താ ഈ പറയുന്നത്, ആ ഒരു രീതിയിലായിരുന്നു സൊസൈറ്റി നമ്മളെ കണ്ടിരുന്നത്. പക്ഷെ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത്
സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി നമുക്ക് സ്റ്റോർ കിട്ടി. ഞങ്ങളത് ഫർണിഷ് ചെയ്തു. പിന്നെ അതിൽ മെഷീനറീസ് വാങ്ങണമായിരുന്നു, പിന്നെ വർക്കേഴ്സിനെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ ആദ്യം നമുക്കൊരു മാസ്റ്ററും ഒരു സ്റ്റിച്ചറും ഒരു ഹാൻഡ് വർക്കറും അങ്ങനെ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴും നമുക്ക് സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ് അല്ലേ. മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു 1 year ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങളുടെ പ്രതീക്ഷയിൽ എന്തായിരുന്നു? നമ്മൾ തുടങ്ങുന്നു, ഡിസൈൻ ചെയ്യുന്നു, ആൾക്കാർ വരുന്നു, നിറയെ ബിസിനസ്, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ തുടങ്ങി എത്ര നാളുകൊണ്ട് എത്താൻ സാധിച്ചു? ശരിക്കും നമ്മുടെ വിചാരം നമ്മൾ സ്റ്റോർ തുടങ്ങി പെട്ടെന്നൊക്കെ ഇങ്ങനെ ഓർഡേഴ്സ് വരുമെന്നായിരുന്നു. പക്ഷെ റിയാലിറ്റി അങ്ങനെയല്ല, ടൈം എടുത്തായിരുന്നു. അതായത് ആദ്യം നമുക്ക് ഓർഡേഴ്സ് വരാതിരുന്ന സമയവും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റിച്ചിങ് എടുത്തും അതുപോലെ നമുക്ക് ഫിസിക്കൽ സ്റ്റോറിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു 1 വർഷം പോയത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചെറിയ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ ഗ്രോത്ത്സ് ഉണ്ടാകാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷമാണ്? 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു 1 year നല്ല പാടായിരുന്നു മുന്നോട്ട് പോകാൻ. നമ്മൾ ഓൺലൈൻ ഓർഡേഴ്സ് നമുക്ക് അങ്ങനെ തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ 1 or 2 ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഓർഡേഴ്സ് വരുന്നു, എല്ലാം അടിപൊളിയാവുന്നു, ശുഭം. അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ആയിരുന്നില്ല ഞങ്ങളുടെ കേസിൽ. ഞങ്ങൾക്ക് ആദ്യത്തെ 1 year ഓൺലൈൻ ഓർഡേഴ്സ് ഒന്നും വരുന്നില്ലായിരുന്നു. നമ്മൾ ഫിസിക്കൽ വോക്കിൻസ് ഉണ്ടായിരുന്നു, സ്റ്റിച്ചിങ് എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ റെൻറ്റ് വരെ കൊടുക്കാൻ നമുക്ക്, കാരണം ഇതെനിക്ക് ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറ്റില്ല. ഓൾറെഡി ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് തന്നു കഴിഞ്ഞു ഞങ്ങൾക്ക് 2 പേർക്കും. ബാക്കി ഇനി നമ്മൾ മാനേജ് ചെയ്യണം. അപ്പം ഒരു 6 months ഒക്കെ കഴിഞ്ഞപ്പോഴും റെന്റ് കൊടുക്കുക, ബാക്കി എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ചാലഞ്ച് ആയിരുന്നു. പൈസ തീർന്നു, അന്ന് കാശ് തീർന്നു. പിന്നെ ചോദിക്കാനും പറ്റില്ല. പിന്നെ എന്നാ ചെയ്തു? സ്വർണം പണയം വെച്ചോ? സ്വർണം പറയാൻ വെക്കുന്ന സ്റ്റേജിലൊന്നും എത്തിയില്ല. നമ്മള് 2022 സ്റ്റാർട്ട് ചെയ്ത് 23 ഒക്കെ ആയപ്പോഴേക്കും നമ്മളൊരു ഇൻഫ്ലുവൻസറിന് നമ്മളിങ്ങനെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഒരു നമ്മുടെ ഡ്രസ്സ് കൊടുത്തൊരു കൊളാബറേഷൻ ചെയ്തപ്പം ആ റീല് നമുക്ക് 1 million വ്യൂസ് കിട്ടി. ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ചിലപ്പോൾ അതാണ്. ഞങ്ങളുടെ ഒരു സ്റ്റോറിൽ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഫസ്റ്റ് ആ ഇൻഫ്ലുവൻസറിന് കൊടുത്ത റീല് ചെയ്ത് 1 million കിട്ടിയപ്പോഴായിരുന്നു നമുക്കൊരു ഒത്തിരി ഓർഡേഴ്സ് വന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ 10K 23K വരുന്നത് അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ അന്നാണ് മറ്റേ സ്വർണം പണയം വെക്കേണ്ട സ്റ്റേജിൽ നിന്നും ആ ഇൻഫ്ലുവൻസർ കാരണം അത് വെക്കാതെ തിരിച്ചു വരേണ്ട വന്നല്ലേ? ഓക്കെ. എന്നിട്ട് ഈ ഫസ്റ്റ് വീഡിയോ ഹിറ്റായി, അല്ലെങ്കിൽ ഇത്രയും ഓർഡേഴ്സ് വന്നു, ആ ഒരു കൺസിസ്റ്റൻസി പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ കാലവും? ഇല്ല കൺസിസ്റ്റൻസി ആദ്യം അപ്പം നമുക്ക് ഹിറ്റായി ഓർഡേഴ്സ് വന്നു. അപ്പം നമ്മൾ ഓർത്ത് ഓക്കെ സ്മൂത്ത് ആയിട്ട് പോവായിരിക്കുന്നു. പക്ഷെ അതൊരു 1 month ഉള്ളൂ. ആ 1 month കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെയാണ്. അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അപ്പം നമ്മൾ തന്നെ വീഡിയോസ് ചെയ്താലോ, ഞങ്ങളുടെ റീൽസ് ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഡ്രസ്സ് ഇട്ട് ഡിസ്പ്ലേ ചെയ്ത് റീൽസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഒരുവിധം എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ഏറ്റെടുത്തു. നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് എൻക്വയറീസ് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് പുറത്തു നിന്നൊക്കെയുള്ള UK, USA അങ്ങനത്തെ പുറത്തു നിന്നുള്ള ഓവർസീസ് ക്ലയൻസ് അപ്പോൾ അതൊക്കെ നമുക്ക് എൻക്വയറി ചെയ്യാൻ തുടങ്ങി. അവിടെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു 1 million വ്യൂ ഉള്ള റീലിന് ശേഷം നമുക്കതൊരു കൺസിസ്റ്റന്റ് പാതയിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു. അതിന് ശേഷമാണ് പതുക്കെ എൻക്വയറീസ് വന്നു, ഞങ്ങൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പതുക്കെ ഓൺലൈൻ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. നിങ്ങൾ ഓൺലൈനിൽ ഭയങ്കര സജീവമായി. അപ്പൊ ആര് വീഡിയോ എടുക്കും, ആര് ആങ്കർ ചെയ്യും, ആര് മോഡൽ ചെയ്യും, എല്ലാം ഞങ്ങൾ വീഡിയോ എടുക്കുന്നതും മോഡലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യത്തെ വീഡിയോ എത്ര ടേക്ക് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റി? അത് എന്നാലും ഒരു 2-3 ടേക്സിനുള്ളിൽ ഓക്കെ ആയിരുന്നു. നമ്മൾ ഭയങ്കര പ്രൊഫഷണൽസ് ആണെന്ന്. പ്രൊഫഷണൽസ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് അത്ര നമ്മുടെ ആവശ്യമാണല്ലോ നമ്മൾ ആവശ്യമാക്കി മാറ്റുന്നത്. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ ഡിസൈൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഈ 3 എംപ്ലോയീസിൽ നിന്ന് ഇന്ന് നമ്മൾ എത്ര എംപ്ലോയീസിൽ എത്തി നിൽക്കുന്നുണ്ട്? നമുക്കിപ്പോ 15 എംപ്ലോയീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് 2 യൂണിറ്റ് ആയിട്ടാണ്. നമ്മളൊരു ഡൈനിങ് യൂണിറ്റും അവിടെ കുറച്ച് എംപ്ലോയീസും പിന്നെ നമ്മുടെ ആദ്യത്തെ സ്റ്റോറുമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു ഓൺലൈൻ വേർഷനിലേക്ക് നമ്മുടെ ബിസിനസ് ലൈൻ അങ്ങോട്ട് മാറ്റിയേക്കുക. ഓക്കെ. എന്താ ഇപ്പൊ ഈ പണ്ടൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ ആൾക്കാർക്ക് ഡ്രസ്സ് മേടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എസ്പെഷ്യലി ഇച്ചിരി വില കൂടിയ ഡ്രസ്സാണെങ്കിൽ അത് മേടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. വന്ന് ഇട്ട് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട്, ഞാനൊക്കെ ആ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. എനിക്കൊക്കെ ഇപ്പോഴും ഓൺലൈനിൽ മേടിക്കാൻ ഒരു ടച്ച് ആൻഡ് ഫീൽ വേണം. അവിടെ നിന്ന് പക്ഷെ ഇന്ന് ഒരു ഓൺലൈൻ ട്രെൻഡ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡിലേക്ക് മാറിയപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഓൺലൈനിലേക്ക് വന്നപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വാങ്ങിക്കാനായിട്ട്. അവർക്ക് ഇതുപോലെ വന്ന് ഫീൽ ചെയ്ത് വാങ്ങിക്കണമെന്നാണല്ലോ മിക്ക കസ്റ്റമേഴ്സിനും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇപ്പം എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സ് ആദ്യം 1 പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങിച്ചു നോക്കും. അപ്പോൾ അവർക്ക് അതൊരു ട്രസ്റ്റായി നമ്മുടെ ക്വാളിറ്റി,
അതായത് പ്രീമിയം ഫാബ്രിക്സ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവർ പിന്നെയും വാങ്ങിക്കാൻ തയ്യാറായി. നമ്മുടെ ഒരു 75% കസ്റ്റമേഴ്സ് നമുക്ക് അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ അതെ, ഞങ്ങളുടെ കസ്റ്റമർ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് വരണം, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പം കറന്റ് നമ്മുടെ ഒരു റിട്ടേണിങ് കസ്റ്റമേഴ്സ് ബേസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. നമ്മുടെ അത് ക്വാളിറ്റിയും നമ്മുടെ അത് ഫീൽ ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരുന്ന കസ്റ്റമേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും എങ്ങനെയെങ്കിലും ഏതൊക്കെ തരത്തിൽ നമുക്കൊരു യുണീക്നെസ് ഡിഫറൻസ് കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡിസൈനിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുറേ പറയാനുണ്ട്. നമുക്ക് രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു പാറ്റേൺ. അപ്പം എൻ്റെ സിസ്റ്റർ വന്നിട്ട് എൻ്റെ ഡോറിൽ മുട്ടും, നമുക്ക് ആ ഒരു പാറ്റേൺ ചെയ്തല്ലോ, എനിക്ക് ഒരു പറയാനുണ്ട്, ഞാനൊന്ന് സ്കെച്ച് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഉറങ്ങാൻ പോയിരിക്കും, ഞാൻ പറഞ്ഞു ലിജി എനിക്ക് ഒന്നാമത് ഓൾറെഡി ഉറക്കം വരുന്നത്, നിനക്ക് നാളെ പറഞ്ഞാൽ പോലും. നാളെ പാറ്റേണിന്റെ സമയത്ത് പറയുമ്പോൾ പുള്ളിക്കാരി പറയും അയ്യോ എനിക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക്. എല്ലാ സമയത്തും പാറ്റേൺ വരത്തില്ല. ഈ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു യുണീക്നെസ് കൊണ്ടുവരണമല്ലോ. അപ്പം അതിന് നമ്മൾ തിങ്ക് ചെയ്യണം. ചിലപ്പം എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നല്ലേ, നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിലാണല്ലോ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്തായിരിക്കും നമുക്ക് പാറ്റേൺ വരുന്നത്. അല്ല നമുക്ക് അത് രാത്രി 2 മണി ആയിക്കോട്ടെ, എന്റെ കുറ്റമല്ലോ. പക്ഷെ ഈ തോന്നിയിട്ടുള്ളത് ഈ ഒരു ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ഡിസൈനേഴ്സിനെ വെച്ച് നോക്കിയിട്ടുണ്ട്, നമ്മൾ അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ പറ്റില്ല. ഇപ്പം എത്ര ഡിസൈനേഴ്സ് ഒരു പാറ്റേണുമായിട്ട് വന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അതാണ് ഒരു കാര്യം. ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഐഡിയ ആയിരിക്കാം, അത് വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് ഇലാബറേറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഒരു ഫൈനൽ ടച്ചിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക, അതിലൊരു പുതിയൊരു പാറ്റേൺ ഇൻ ദ സെൻസ് നമ്മളായിട്ട് ഇപ്പം നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ റിസർച്ച് ചെയ്യാറുണ്ട്, ഇൻസ്പയർ ചെയ്യാറുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് എവിടെയും കാണാത്ത പോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു മേജർ ചാലഞ്ച് തന്നെയാണ്. ബാക്കി നമുക്ക് ഉള്ള ചാലഞ്ചസ് ഒക്കെ നമുക്ക് നേരിടാം, പക്ഷേ ഇതിന് നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി ആവശ്യമുള്ള ഒരു അല്ല എനിക്ക് തോന്നുന്നു അതായിരിക്കും ലേറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിർത്തുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മേടിച്ചില്ലെങ്കിലും എല്ലാ പേജസും കാണുന്ന ഒരാളാണ്, എല്ലാ പേജസും ഇവിടെ നോക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അവരുടേതായ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാകും, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് ഒരു ടച്ച് ഉണ്ടാകും. എനിക്കൊന്ന് ലേറ്റ് സ്പ്രിങ്ങിനും ആ ഒരു ടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ പ്രൊഡക്റ്റിലും ആ ഒരു യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഈവൻ നമ്മുടെ ചില കസ്റ്റമേഴ്സ് പറയും, വാങ്ങിച്ചില്ലെങ്കിൽ കൂടെ ഒരു പേജിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയും സൂപ്പർ കളക്ഷൻസ് എന്ന് പറയാതെ പോയിട്ടില്ല. അതായത് അവർക്ക് ഇപ്പം ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, എന്നാൽ കൂടെ അവർ പറയും മറ്റുള്ള പേജസിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറൻസ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേര് രണ്ട് പ്രൊഫഷനിൽ നിന്ന് വന്നു, വീണ്ടും കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരുപാട് പേര് നെഗറ്റീവ്സ് ഉണ്ട്, പേരൻസ്, ഇൻലോസ്, എല്ലാവരും നമ്മളെ കട്ട സപ്പോർട്ടൊന്നും ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഇതിനകത്ത് ഏറ്റവും നിങ്ങൾ അനുഭവിച്ച ടാസ്ക് എന്തായിരുന്നു ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ? അവിടെ നിന്ന് നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ആദ്യം എനിക്കൊരു മോനുണ്ട്, ചേച്ചിക്കൊരു മോനുണ്ട്. എൻ്റെ മോന് ആ സമയം അതായത് 2022 സ്റ്റോർ ചാടുന്നത്. അപ്പോൾ എൻ്റെ മോന് 6 മാസം പ്രായമുള്ളൂ. ഞാൻ ആ 6 മാസം പ്രായമുള്ള കൊച്ചിനെ വെച്ചിട്ടാണ് ഞാൻ ഖത്തറിൽ നിന്ന് വരുന്നത്. പിന്നെ ഞാൻ 1 മാസം കൂടുമ്പോൾ പോയി വന്നുമാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഊഹിക്കാമല്ലോ. കുഞ്ഞിനെ വെച്ചിട്ട് നമ്മൾ രാത്രിയിൽ കുഞ്ഞിനെ ഞാൻ ഉറക്കി കിടത്തിയിട്ട് സിസ്റ്ററും ഞാനും കൂടെ നമ്മൾ കൊറിയർ അയക്കാൻ 2 മണിക്ക് 1:30-ക്കൊക്കെ നമ്മൾ ഗേറ്റ് അച്ഛയാണെങ്കിൽ ഇത് ഗേറ്റ് തുറക്കുന്ന കേട്ടാൽ പുള്ളി വഴക്ക് പറയും. അപ്പം അമ്മയോട് പറയും ഇതെന്തുവാ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബിസിനസ്, ഈ രാത്രി 1 മണിക്ക് ബിസിനസ് ചെയ്യുന്നത്, ഇതിന്റെ ആവശ്യം എന്താണെന്ന് അറിയത്തില്ല. നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും അമ്മയോട് ഒത്തിരി ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ A to Z വർക്ക് നമ്മളാ ചെയ്തേക്കുന്നത്. നമുക്ക് അതിനുള്ള ഇപ്പൊ രാത്രി പോയി കൊറിയർ അയക്കാൻ നമ്മുടെ ഷോപ്പിൽ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നമുക്ക് എത്രയും ഓർഡേഴ്സ് നമ്മൾ എടുക്കാവോ അത്രയും ഓർഡേഴ്സ് എടുക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഫിനാൻസ് വേണമല്ലോ. അപ്പം നമ്മൾ കിട്ടുന്ന ഓർഡേഴ്സ് ഒക്കെ എടുക്കുവായിരുന്നു. ഇപ്പൊ 2 days 3 daysനുള്ളിലൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യണമായിരുന്നു. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അത് റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി വർക്കേഴ്സ് വിളിക്കും. അപ്പം ഞങ്ങൾ ചെന്നിട്ടാണ് ഏറ്റവും വലിയ രസം ഇതിന് ഒരു കൊറിയറിനൊക്കെ ഒരു ടൈം ഉണ്ട്. 8 o'clock കഴിഞ്ഞിട്ട് പിന്നെ അവരെ എടുക്കില്ല. നമ്മൾ ഓൾറെഡി വിളിച്ച് പറയും അവിടുത്തെ കൊറിയർ പേഴ്സൺസിനോട്. നമ്മുടെ 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം മോനെ ഒരു 2 കൊറിയറായിട്ട് വരുന്നുണ്ട്, ഒരു 3 കൊറിയർ ഉണ്ട്, ഇന്ന് ഒന്ന് കയറ്റി വിടണം. അപ്പോഴേക്കും ചിലപ്പോൾ വണ്ടി വരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഓരോ സ്ഥലത്തേക്കുള്ള വണ്ടി 2 മണിക്കാര് പേരെ പിടിച്ചു നിർത്തിയ ചരിത്രം നമുക്കുണ്ടെന്നല്ലേ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കൊറിയർ അയച്ചിട്ടുണ്ടെങ്കിലും ചില കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുത്ത വാക്ക്
വാക്കായിരിക്കണം. ഇന്ന ദിവസം നമ്മൾ ഡെലിവറി ചെയ്യാൻ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളത് കാറിൽ വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ. ഡ്രൈവറെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചില കേസിൽ അയക്കാൻ പറ്റാത്ത ഇൻസിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് ചിലപ്പം ഡ്രൈവറിനും പേയ്മെന്റ് കൊടുത്തിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കൊറിയർ അയക്കാൻ വേണ്ടി രാത്രി പോകുന്നത് ഭയങ്കര രസമുള്ള സ്റ്റോറിയാണ്. അപ്പൊ ഞങ്ങള് ആദ്യം അച്ഛൻ ഒരു 10:30, 11 ഒക്കെ ആകുമ്പോൾ കിടക്കും. അപ്പം ആ പുള്ളി ആദ്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യും പുള്ളി ഉറങ്ങിയെന്ന്. അത് കഴിഞ്ഞിട്ട് അമ്മയോട് പോയി പറയും, അമ്മ ഞങ്ങൾ അയച്ചിട്ട് വരാം. പിന്നെ അമ്മ പിന്നെ കുറെയൊക്കെ നമ്മളെ കൂടെ നിൽക്കും. അപ്പൊ ഞാനും സിസ്റ്ററും ഞങ്ങളുടെ 2 മോനെയും ഈ പുള്ളിക്കാരുടെ മോനെയും ഉറക്കിയിട്ട്, കാരണം രാവിലെ പിള്ളേർക്ക് സ്കൂളുണ്ട്. അപ്പൊ ഉറക്കിയിട്ട് ഞാൻ അമ്മേനെ ഏൽപ്പിക്കും. എന്റെ കൊച്ചു കുറച്ചും കൂടി ചെറുതാ, അതായത് ചേച്ചിക്കാണ് മോന് സ്കൂളുണ്ട്, എന്റെ കുഞ്ഞ് ചെറുതാണല്ലോ. അപ്പൊ അമ്മേനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഡോറൊക്കെ ഒരു ശബ്ദവും കേൾക്കാതെ പതുക്കെ അടച്ച്, അതിപ്പോ ഗേറ്റ് തുറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ദൈവമേ അച്ഛ എണീക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഗേറ്റ് തുറന്ന് പോകുന്നത്. അങ്ങനെ സ്വന്തം വീട്ടിലെ മറ്റേ കള്ളനെ പോലെ തിരിച്ചു വന്നതൊക്കെയാണ്. പക്ഷെ ഇപ്പൊ അത് ഓർക്കുമ്പോ ഭയങ്കര രസമാണ്. ഇപ്പൊ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വലിയ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളൊരു അഭിമാനമുണ്ട്. ഓൺലൈൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ടൈമിൽ ഡെലിവറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ച ക്വാളിറ്റി, അല്ലെങ്കിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ്സ് പല ഓൺലൈൻ പേജസിനെ കുറിച്ച് നമ്മൾ ചുറ്റുവട്ടത്ത് കേൾക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെയാണ് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കസ്റ്റമേഴ്സിനെ 100% സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് കൈ കിട്ടുമ്പോൾ ഈ ഒരു ചെറിയ ഡിഫറൻസ് നമ്മൾ കസ്റ്റമറിനോട് പറയും, എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. ഇപ്പം കളറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോട്ടോഗ്രാഫിക് ചേഞ്ചസും അവരുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ചേഞ്ചസും ഒക്കെ കൊണ്ട് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കസ്റ്റമേഴ്സിനോട് പറയും. അതിലൊരു 98% കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ 2% കീടാണുക്കളാ, എത്ര ഡെറ്റുകൾ തുടച്ചാലും 2% ഏത് ബിസിനസ്സിലും ഉണ്ടാവും. നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ, നമ്മളെല്ലാം കറക്റ്റ് ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, നമ്മൾ ആ കസ്റ്റമറിനെ വിളിച്ച് സംസാരിച്ച്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ ഡാമേജോ ഒക്കെ പ്രോഡക്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പ്രോഡക്റ്റ്. പിന്നെ അതിന് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമല്ല, നിങ്ങൾ നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ നമുക്ക് ക്ലോത്തിങ് ബ്രാൻഡ്സ് ഒക്കെ നമുക്കറിയാം, എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ റിവ്യൂസ് ഒക്കെ അവർ ഹൈഡ് ചെയ്ത് ആണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ റിവ്യൂസ്, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ തന്നെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഈ പണ്ടൊരു ബ്രാൻഡ് തുടങ്ങുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ഇയേഴ്സിലെ പ്രോസസ്സാണ്. പക്ഷെ ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വന്നപ്പോൾ നല്ല കഴിവുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് ആ ഒരു ബിസിനസ്സിനെ വളർത്താനും അതിനകത്ത് കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാനും അല്ലെങ്കിൽ കൂടുതൽ സെയിൽസിലേക്കൊക്കെ വരാനായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതലൊരു ഘടകമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ലൈറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡും ഏറ്റവും കൂടുതൽ വളർന്നത് ഈ പറയുന്ന ഓൺലൈൻ പ്രസൻസിലൂടെയാണ്, ഫിസിക്കൽ സ്റ്റോറിനേക്കാൾ ഉപരി. ഈ ഓൺലൈൻ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ? വളരെ യൂസ്ഫുൾ ആണ്. അവർക്ക് പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് വേഗത്തിൽ ഇൻഫ്ലുവൻസേഴ്സിലൂടെ ഈ റീൽസ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് യൂസ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ അർത്ഥം ഇരിക്കുന്നത്. നമുക്ക് ഇപ്പം നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇല്ല. നമ്മളൊരു കസ്റ്റമേഴ്സിലേക്കൊരു നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് എത്തണമെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ പക്ഷേ എന്താ പറയുക, ബുദ്ധിപരമായിട്ട് അതിനെ യൂസ് ചെയ്യുക എന്നതിലാണ് കാര്യം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മൾ അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് വേണ്ട നമ്മുടെ ഓഡിയൻസിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ലൈറ്റ് സ്പ്രിംഗ് ടീം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാനും ബിച്ചുവും ഇവിടെ വന്നിരിക്കില്ലായിരുന്നു, ഈ ലൈറ്റ് സ്പ്രിംഗ് ഉണ്ടാവില്ലായിരുന്നു. അതായത് ഇപ്പം പല ഹോം മേക്കേഴ്സിനും ഈ ഒരു സോഷ്യൽ മീഡിയ വഴി അവർക്ക് അവരുടെ ബിസിനസ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വയസ്സായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്താൽ നമുക്ക് ആർക്കും അതൊരു ഒരു വൻ വിജയത്തിലേക്ക്. ഇപ്പം പണ്ടാണെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇല്ല. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫിസിക്കൽ സ്റ്റോറോ ഒന്നും വേണ്ട, ഈ സോഷ്യൽ മീഡിയ വഴി നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ മാത്രം മതി. അതെ, എനിക്കൊന്നും ഇപ്പം ക്ലോത്തിങ് ബ്രാൻഡ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ബിസിനസ്സിലും ഇപ്പൊ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആളായിക്കോട്ടെ, എന്താണെങ്കിലും പ്രീ ബുക്കിംഗ് എടുത്ത് ചെയ്തു കൊടുക്കുക. സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ നമ്മൾ കൊണ്ടുവരുന്നത്. അത് വലിയൊരു എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ബിസിനസ്
ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിലുള്ള ഒത്തിരി കുട്ടികൾ അവർക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അവരെ പുറകിലേക്ക് വലിക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പം ഞങ്ങളുടെ ഒരു സ്റ്റോറി പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുമെങ്കിൽ വി ആർ മോർ ദാൻ ഹാപ്പി. കാരണം അവർക്ക് അങ്ങനെ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് നമ്മൾ ആരുടെയും സപ്പോർട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വന്ന് ചെയ്തു തരുമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമുക്ക് ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. നമുക്ക് എന്താണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ ആ ജോലി റിസൈൻ ചെയ്യുമ്പം ഇതല്ല വേണ്ടത്. എനിക്ക് എൻ്റെ ബോസ്സായാൽ മതി. എനിക്ക് വേറൊരു ആളുടെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് എന്തോ ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നതിന് കുറ്റം പറയുകയോ അതല്ല, നല്ല കാര്യം. പക്ഷെ എനിക്കത് ഒരു 9 to 5 ജോബ് വർക്ക് ആവില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് സിസ്റ്ററിൻ്റെ കാര്യം. ഞാൻ നഴ്സിംഗ് ഞാനും ഇഷ്ടപ്പെട്ട് എടുത്ത പ്രൊഫഷനാണ്. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ബോസ് ആവുന്ന ഒരു പ്രൊഫഷൻ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട്. വിച്ച് പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ബോസ് ആയാൽ മതിയാണ്. അടിപൊളി. അല്ല, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കട്ടെ. കാരണം ഇനി വരുന്നൊരു തലമുറ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഏജിലുള്ള പലരും വീട്ടിൽ ഒരുപാട് ടാലൻ്റ് ഉള്ളവരാണ്. ഒരുപാട് ഇപ്പം സ്കൂളിലൊക്കെ നമ്മൾ അവരുടെ അത്രയും പോലും ഇല്ലാതിരുന്ന ആളുകൾ ഇന്ന് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. അവരൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നു. ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അതുപോലെ ഇപ്പം ഞങ്ങളെപ്പോലെ തന്നെ വേറൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്തിരുന്നവരാവാം. അവർ വഴി മാറി ചിന്തിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിച്ചതൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് നമ്മൾ എവിടെയാണോ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അത് വഴി മാറി ചിന്തിച്ച് പുതിയൊരു മേഖലയിലേക്ക് വരുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മൾ റിസ്ക് എടുക്കാതെ നമുക്കൊന്നും കിട്ടില്ല. ഇപ്പം ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് നിന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു പിയർ ഗ്രൂപ്പിലെ എല്ലാവരും അടുത്ത സ്റ്റെപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക, കരിയർ ഗ്രോത്ത്. ഞാൻ അനലിസ്റ്റ് ആവുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ പ്രൊജക്ട് മാനേജർ ലെവലിലൊക്കെ എത്തി. അപ്പം ഞാൻ ഈ ഒരു ആദ്യത്തെ 2 വർഷമൊക്കെ ഞാൻ നോക്കുമ്പം ഞാൻ വീണ്ടും തിരിച്ച് 0 വന്ന് നിൽക്കുക. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ എവിടെ എത്തുന്നില്ലല്ലോ, ഇതെന്താ ഒന്നും വർക്ക് ആവാത്തെ, അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ സ്റ്റോറി ഇനി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് ഇതൊക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകുമെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. പലരും ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പലരും പറയാറുണ്ട്, വിജയും ബിച്ചുവും വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം ആരും വിഷമിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് എന്താണോ പാഷൻ അത് ഫോളോ ചെയ്യുക. അതെ, തയ്യൽക്കടയാന്ന് പറഞ്ഞ് കളിയാക്കി ചില ഇപ്പൊ തയ്യക്കടയല്ലേ. അപ്പം ഒത്തിരി, അതായത് തയ്യക്കട, പിന്നെ ഈ എന്താ പറയാ, അവര് ചോദിക്കുന്ന ഇത്രയും പഠിച്ചിട്ട് വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ പാരന്റ്സ് കുറച്ച് ഏജ്ഡ് ആണ്. അപ്പൊ പാരന്റ്സിന് വീണ്ടും ഒരു ബർഡൻ അല്ലേ, അവർ പിള്ളേരെ നോക്കണം, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട്. അതിന് പക്ഷേ ഞങ്ങളുടെ ഇപ്പം എൻ്റെ ഫാദർ ഒഴിച്ച് അമ്മയൊക്കെ ആയപ്പോഴേക്കും, അമ്മ ഒരു 1 year കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിയൊക്കെ നല്ല സപ്പോർട്ടീവ് ആയി. അമ്മ ഞങ്ങൾക്ക് വേണ്ടി അച്ഛനോട് വാദിക്കാൻ തുടങ്ങി. അവരുടെ ഇഷ്ടമല്ലേ ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അറ്റ്ലീസ്റ്റ് ദേ ആർ ഹാപ്പി അല്ലേ. നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സാധനം. അതിനേക്കാൾ ഉപരി നിങ്ങൾ ഈ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടല്ലോ. അതെ. ഞാൻ ചോദിക്കട്ടെ, ഈ സിസ്റ്റേഴ്സ് ബിസിനസ്സിലേക്ക് ഒരുമിച്ച് വന്നാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്? ദോഷമുണ്ട്, ഗുണമുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല അടി ഉണ്ടാവാറുണ്ട്. ഒത്തിരി ഗുണങ്ങളാട്ടോ ഉള്ളത്. എനിക്ക് കൂടുതൽ ഗുണങ്ങൾ തന്നെയാണ്. ഓഫ് കോഴ്സ് നമ്മൾ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും, ഐഡിയാസ് ആയിരിക്കും. നമ്മൾ നല്ല കട്ട അടി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതങ്ങ് നീണ്ടു പോകാറില്ല. രാത്രി ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങിയ തീരുമെന്നല്ലേ? അതെ. അതൊരു കുറച്ചൊരു ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ അത് തീരും. പക്ഷെ അതുകൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഐഡിയാസ് എല്ലാം ഒരുപോലെ തന്നെ. അപ്പം ഒരുപോലെ ഡിസ്കസ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ നമുക്ക് മെന്റൽ സപ്പോർട്ട് അത് ഭയങ്കര വലുതാണല്ലോ. നമുക്ക് 2 പേര് കൂടെ ഉള്ളപ്പം ഇപ്പം നമ്മുടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻസും ആങ്സൈറ്റീസും ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ, അതായത് ഈ ബിസിനസ്സിലെ അറിയാവുന്നത് ഒരാൾ കൂടെ ഉള്ളത് വളരെ വലിയ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് ബേർഡൻ ഷെയർ ചെയ്യാൻ ഒരാളുണ്ട്. അതെ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഷെയർ ചെയ്യാൻ ഒരാളുണ്ട്. അത് നമ്മുടെ കൂടപ്പിറപ്പ് തന്നെയുണ്ട്. അതെ, അല്ല, അത് വളരെ നല്ലൊരു ഫീലിങ്സ് ആണ്. നിങ്ങൾ ഇത്രയും കട്ടയ്ക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ, ഒരു പരിധി വരെ അച്ഛനമ്മയൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാകും. ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യം അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇപ്പൊ അവർക്ക് പതിയെ മനസ്സിലാവുന്നുണ്ട്, നമുക്ക് ഗ്രോത്ത് ഉണ്ട്, ഞങ്ങൾ ഹാപ്പിയാണ്. ഇപ്പൊ രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും?
എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ അക്സെപ്റ്റൻസ് ആണ് എനിക്ക് പ്രൗഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. അക്സെപ്റ്റൻസ് സ്റ്റാർട്ടിങ് ഫ്രം മൈ ഹസ്ബൻഡ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ടല്ലോ, ഓക്കെ എന്നെ ആ ഒരു എൻ്റെ ഡ്രീംസ് ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുള്ളി ഓക്കെ പറഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് വരുന്നത്. അപ്പം പുള്ളിയോട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ, അതെ ഞാൻ തിരഞ്ഞെടുത്ത തീരുമാനം തെറ്റായിരുന്നില്ല. ഇപ്പം എൻ്റെ പാരൻസിനോട്, എൻ്റെ ഇൻലോസിനോട്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള നമ്മുടെ സൊസൈറ്റിയോട് തന്നെ നമുക്കൊരു എല്ലാവരും ഇപ്പം നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് പറയുമായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഒരു കൊളീഗ് പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞു, ലേറ്റ് സ്പ്രിങ്ങിൻ്റെ ഓണറിൻ്റെ വൈഫാണല്ലേ, നമുക്കൊരു ഡ്രസ്സ് ചെയ്യണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പുള്ളിയോട് വന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ വിളിച്ച് പറയുക, ഈ ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കൊളീഗാണ്, അപ്പോൾ നിന്നെ കോൺടാക്ട് ചെയ്തിരുന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കുമ്പോൾ പുള്ളിയും ഭയങ്കര സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു അക്സെപ്റ്റൻസ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു, ഓക്കെ നമ്മൾ തിരഞ്ഞെടുത്ത ഡിസിഷൻ തെറ്റായിരുന്നില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കാണിച്ചു. കാരണം നമ്മൾ തുടക്ക സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അല്ലെ നമുക്കിത് എന്താകുമെന്നോ നമുക്കൊന്നും നമ്മളിത് വിജയിക്കുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ട്, ഓക്കെ വിജയിച്ച് കാണിക്കണം, എങ്ങനെയായാലും ഇത് വിജയിച്ചേ പറ്റുള്ളൂ എന്നൊരു വാശിയുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം ഇല്ലല്ലോ നമുക്ക്. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു അക്സെപ്റ്റൻസ് ആണ് വലിയ സന്തോഷം. തീർച്ചയായിട്ടും വിജയോട് ചോദിച്ചാൽ അക്സെപ്റ്റൻസ്. എൻ്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും അവരോടിപ്പം അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഡ്രസ്സസ് നന്നായി വരുന്നുണ്ട്, ലേറ്റ് സ്പ്രിങ് കുറച്ച് പേര് അറിയപ്പെടുന്നുണ്ട് എന്നൊക്കെ അവരിലൂടെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്കത് അവർ അക്സെപ്റ്റ് ചെയ്തു, അതുപോലെ എൻ്റെ പേരൻസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും ഇത്രയും പഠിപ്പിച്ചിട്ട് പിന്നീട് നമ്മളൊന്നും അല്ലാതായി പോയായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വന്നിരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മേ ബി ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലരും വീണ്ടും തിരിച്ചറിയും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തും. എന്താണ് ഇനി ഈ ലേറ്റ് സ്പ്രിങ്? അതിന് മുന്നേ ചോദിക്കട്ടെ, ഈ ലേറ്റ് സ്പ്രിങ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഒരു ബുട്ടീക്കിന് ഇടാൻ കാരണം? അത് ബിച്ചു സെലക്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് കുറേ നാൾക്ക് മുന്നേ ഉണ്ടായ ഒരു ആശയത്തിൽ നിന്ന് ഇട്ട പേരാണ് ഇത്. നമ്മൾ ഈ സ്റ്റോർ തുടങ്ങുന്ന ടൈമിൽ ഇട്ടതല്ല, ജസ്റ്റ് ഒരു വൈകി വന്ന വസന്തമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മളപ്പോൾ ആക്ച്വലി നമുക്ക് വർക്ക് ചെയ്യാൻ കയറിയപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിലായോ എനിക്കൊന്നും തുടങ്ങാൻ പറ്റിയില്ലല്ലോ, ഇനി എനിക്ക് പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാനൊരു ഡിസിഷൻ എടുത്ത് ഇതിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ബേസിസിൽ നമ്മളൊരു ലേറ്റ് സ്പ്രിങ് എന്നിട്ടതാണ്. വൈകി വന്ന വസന്തം അല്ലേ? വൈകി വന്ന വസന്തം പക്ഷെ ഇന്ന് ഒരുപാട് പൂത്തുലഞ്ഞ് നമ്മുടെ ജീവിതത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കൊക്കെ നല്ല സുഗന്ധം കൊടുക്കുന്ന ഒരു പൂന്തോട്ടമായി മാറിയിരിക്കുകയാണെന്നല്ലേ കാൽപ്പനികമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മുടെ ഫ്യൂച്ചർ? ലേറ്റ് സ്പ്രിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്താണ്? നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഫ്യൂച്ചർ ഈസ് ഓഫ് കോഴ്സ് വെരി പ്രോമിസിങ് ആൻഡ് വെരി ഹോപ്പ്ഫുൾ. നമ്മൾ ആക്ച്വലി നെക്സ്റ്റ് ഇനി നമുക്കൊരു ഫിസിക്കൽ സ്റ്റോർ ആണ് നമ്മുടെ പ്ലാന്. അതിന് വേണ്ടി ഒരു കൺസെപ്ച്വലൈസേഷൻ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗോഡ്സ് ഗ്രേസ് എല്ലാം നന്നായാൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ്. വുമൺ ഇൻ ബിസിനസ് അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രണർഷിപ്പ് ഇതിനൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര പ്രസക്തി വരുന്നുണ്ട്. പക്ഷേ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അത് കൂടുതൽ വരുന്ന ഈ എംപ്ലോയീസ് മാനേജ്മെൻറ്റിലാണ്. എനിക്കൊന്നും നിങ്ങളുടെ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്. ആ ഒരു ഫീൽഡിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ടു ബി ഓണസ്റ്റ്, നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സിനെ, അതായത് കട്ടേഴ്സിനെ സ്റ്റിച്ചേഴ്സിനെ ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ നല്ല ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അതായത് അവർ നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ മാത്രം അവർ നിന്നിട്ട് പറയുമ്പോൾ അവർക്ക് ആ ഒരു ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരും ഇല്ല. അപ്പോൾ അവർക്ക് ഞങ്ങൾ പറയുന്ന കേൾക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, നമ്മുടെ കസ്റ്റമേഴ്സാണ് നമുക്ക് പ്രയോറിറ്റി. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ കാര്യത്തിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം ഔട്ട്ഫിറ്റ്സ് വളരെ പെർഫെക്ഷനിൽ സ്റ്റിച്ച് ചെയ്യണം, ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ വർക്കേഴ്സിനൊക്കെ ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറയുന്ന ഒന്നും അവർ അംഗീകരിക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ വിചാരിച്ചു, എന്തുകൊണ്ട് നമ്മൾ പറയുന്നത്, ഞങ്ങൾ ഗേൾസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് അവരെന്തുകൊണ്ട് അത് കേൾക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് അത് പിന്നീട് അവരത് ആ ഒരു പാറ്റേൺ അവർ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ അവർ മുന്നോട്ട് പോയി. ഇപ്പം നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന കട്ടേഴ്സും സ്റ്റിച്ചേഴ്സും ഹാൻഡ് വർക്കേഴ്സും ഒക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ തുടക്കത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നീട് നമുക്കതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നോ?
ലാംഗ്വേജ് വലിയ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഹിന്ദിയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്റെ ഹിന്ദി ടീച്ചർ കേൾക്കണ്ട, കാരണം എനിക്ക് ഇപ്പോഴും ഹിന്ദി അറിയത്തില്ല. അല്ല ഞാനും എനിക്കൊന്ന് എൻ്റെ സിസ്റ്ററിന് കുറച്ചും കൂടെ നന്നായിട്ട് ഹിന്ദി അറിയായിരുന്നു. എനിക്ക് ഞാൻ ആദ്യം കുറച്ച് ഇവളെ പഠിപ്പിച്ചു കൊടുത്തു ഹിന്ദി. ഞാൻ ഒരു 6 months ഒക്കെ എനിക്ക് തോന്നുന്നു ഇച്ചിരി പാടായിരുന്നു. പക്ഷെ നമ്മൾ അതിലേക്ക് ബ്ലെൻഡ് ആവും. ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അവരോട് എല്ലാ ദിവസവും ഇവരെ തന്നെയാണല്ലോ കാണുന്നത്. പിന്നെ ഇവരോട് ഇന്ററാക്ട് ചെയ്ത് അത് ഓക്കെ ആയി. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. ഞാൻ വീട്ടിൽ ക്ലീൻ ആക്കാൻ വരുന്ന കൊച്ചു നോർത്ത് ഇന്ത്യൻ കൊച്ചാ. അപ്പൊ ഈ കൊച്ചിനോട് ഹിന്ദിയിൽ പറയാൻ അറിയില്ലാത്തതുകൊണ്ട് ഇത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഇംഗ്ലീഷ് അടിച്ചു കൊടുത്തിട്ട് ഇപ്പറ ഹിന്ദി വരുമല്ലോ, അത് ഈ കൊച്ചിന് അയച്ചു കൊടുത്തു. കൊച്ചു വിചാരിച്ചു ഞാൻ എന്തോ ഹിന്ദി നന്നായിട്ട് അറിയാം, കാരണം ഹിന്ദിയിലാണല്ലോ ടൈപ്പ് ചെയ്ത് മെസ്സേജ് കൊടുത്തേക്കുന്നത്. ഭയങ്കര ഹിന്ദി അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചു കൊച്ചൊരു 1.5 മിനിറ്റുള്ള വോയിസ് തിരിച്ച് എനിക്ക് ഹിന്ദിയിൽ അയച്ചു. ഈ വോയിസ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയത്തില്ലല്ലോ. ഞാനത് ഇപ്പൊ എന്നെ പണിക്ക് വിളിക്കാറില്ല അത് കാരണം. നമുക്കും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കുറെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്കൊരു പാഠപുസ്തകമാണ് അല്ലേ. നമ്മൾ ഇതെല്ലാം ഇതിൽ കൂടെ ഒക്കെ തന്നെയാണ് പഠിക്കുന്നത്. നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഓവർ ദ പീരീഡ് അവർ റിയലൈസ് ചെയ്തു ഇവരുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് ഉണ്ട്. അവരത് വിടാൻ തയ്യാറല്ല. അത് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രയോറിറ്റി. അവർക്ക് വേണ്ടി നമ്മൾ അങ്ങനെ അത്രയും ക്വാളിറ്റിയിൽ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ തന്നെ നമ്മളോട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ കൂടെ പണ്ട് തൊട്ടേ ഉള്ള സ്റ്റാഫ് നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് മനസ്സിലായി. അപ്പം പിന്നെ അതുപോലെ പേയ്മെന്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ആലപ്പിയിൽ ഞാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുവിധം നമ്മുടെ ചുറ്റുമുള്ള ബുട്ടീക്സും കോമ്പറ്റീറ്റേഴ്സിനൊക്കെ അറിയാമല്ലോ. അപ്പം അവരിന്നൊക്കെ വർക്കേഴ്സിന് കിട്ടിയ ഫീഡ്ബാക്ക് സാലറി കറക്റ്റായിട്ട് കൊടുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് സാറ്റർഡേ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ സാലറി കൊടുത്തിരിക്കും. നമ്മൾ അവരെ ഈ പറഞ്ഞ പോലെ അവരുടെ വീടൊക്കെ വിട്ടാണോ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അവർക്ക് കറക്റ്റായിട്ട് സാലറി കൊടുക്കുക, പിന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരെ നമ്മളൊരു ഫാമിലി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഈവൻ ഓർഡേഴ്സ് ഇല്ലെങ്കിൽ കൂടെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് അവർക്ക് സാലറി കൊടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ കൂടെ നിൽക്കാൻ ഇപ്പം തയ്യാറാണ്. അവർ പറയുന്ന മറ്റുള്ള ബൊട്ടിക്സ് അങ്ങനെയല്ല. അതുകൊണ്ട് അവർ റെഡിയാണ് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു പ്രസ്ഥാനം ഇനിയും ഒരുപാട് വളരട്ടെ. ലേറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ആ വൈകി വന്ന വസന്തം അതിന് മുന്നോട്ട് നമുക്ക് വലിയൊരു പൂങ്കാവനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാൻ ഞങ്ങൾ എല്ലാവരും ഒരു തമാശയ്ക്ക് പറയും, ഞങ്ങളെ കണ്ടല്ലോ ഇനി രക്ഷപ്പെടും, ഇനി വേറെ ലെവല് വളർച്ചയായിരിക്കുമെന്ന്. അപ്പൊ അതുപോലെ അങ്ങനെ പറയുന്നത് സാധിക്കട്ടെ, പൊന്നാവട്ടെ എന്ന് ഞാൻ തന്നെ പറയുന്നു, എൻ്റെ നാവ് പൊന്നാവട്ടെ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. അന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു വലിയ സ്റ്റോറൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരുപാട് ലോകം മുഴുവൻ ഇന്നേ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, നാളെ ആ കസ്റ്റമേഴ്സിൻ്റെ എണ്ണമൊക്കെ ഒരുപാട് കൂടി കുറച്ചുകൂടി വലിയൊരു ജേണി ഇന്ന് വന്ന് നിന്ന് ഈ പോയിന്റിൽ നിന്നും തുടങ്ങി ഇന്ന് നമ്മളൊരു വലിയ വിജയത്തിലേക്ക് എത്തുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. അതിന് മുന്നിട്ടുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ ഒരു സ്റ്റോറിയും ആദ്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഒരുപാട് ബ്രാൻഡുകൾ ആദ്യമായിട്ട് വന്നിരുന്ന അവരുടെ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി നാളെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പറയും ലേറ്റ് സ്പ്രിങ്ങും അവരുടെ ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിലാണെന്ന്. ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇവരൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഒരുപാട് പേർക്കെന്ന്. സ്വന്തം പ്രൊഫഷനെ വിട്ട് പാഷനെ ഫോളോ ചെയ്ത് അത് ഇത്രയും വിജയത്തിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. അതും ഇത്രയും പേര് നെഗറ്റീവ് പറഞ്ഞിട്ടും ആ നെഗറ്റീവിനെ എല്ലാം പോസിറ്റീവ് ആക്കി മുന്നോട്ട് വരിക എന്നുള്ളത്. സോ ഈ വീഡിയോ കാണുന്ന ഓരോ വീട്ടമ്മമാരും നിങ്ങളുടെ പാഷൻ എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഫയർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരിക. അതിനൊരു പ്രചോദനമായി മാറിയ എപ്പിസോഡ് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.